ഹലോ ഗീസ്, ഇന്ന് ഞങ്ങൾ എവിടെ നിൽക്കണമെന്ന് മനസ്സിലായില്ലേ? ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു സ്ഥലത്താണ്. ഹലോ ഗീസ്, മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഉത്രാളിക്കാവ് പോണ വഴിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരിക്കശ്ശേരി മനയും കൂടി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗീസ്, അപ്പോൾ നമ്മൾ ഉത്രാളിക്കാവ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരി വഴിയൊക്കെ കഴിഞ്ഞു. വടക്കാഞ്ചേരി സെൻറ്ററൊക്കെ കഴിഞ്ഞു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഓട്ടുപാറ ആ ഭാഗമാണ്. ഓട്ടുപാറ എന്ന ഈ ടേണിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അമ്പലം കാണാം. നമ്മൾ ഉത്രാളിക്കാവ് അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാണ് ഉത്രാളിക്കാവ് ടെമ്പിൾ. ഞങ്ങൾ പൂരത്തിന് ഒന്നാണ്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിനൊക്കെ വരുന്നത് നോക്കി. ഇപ്പം ഞാൻ വരിക്കശ്ശേരി മനയിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ഭാരതപ്പുഴ എത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഗെയ്സ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ഷൊർണൂർ സെൻറ്റർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് പോകണം, ഒറ്റപ്പാലം വഴി. ഞങ്ങൾ ഹോട്ടൽ തേടി തേടി മടുത്തു. ഒരു ഹോട്ടൽ പോലില്ല. ആ ട്രാവലർ വരുന്ന വഴിയിലേക്ക് കയറണം. ഈ വഴി കൂടെയാണ് നമ്മൾ വരിക്കശ്ശേരി മനം പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. വരിക്കശ്ശേരി മന എത്താറായി ഗെയ്സ്. ഈ അമ്പലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പാടം പോലത്തെ ഒരു സ്ഥലം കാണാം. നമ്മളെ എത്താറായി. ഇതാണ് സ്ഥലം. പാടത്തിൻ്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഒറ്റ വണ്ടിയിലില്ല, ഓപ്പൺ അല്ലെന്ന്. മനയിലേക്ക് പോകാനുള്ള ഗേറ്റ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ആ വണ്ടി കയറ്റും. ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കേസ്. അകത്ത് കയറാളെ പാസ് എടുത്തു. 30 രൂപയാണ് ഒരാൾക്കുള്ളത്. അങ്ങനെ നമ്മൾ വരിക്കശ്ശേരി മനയുടെ
ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുപോവാണ്. ആദ്യമായിട്ടാണ്. നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിക്കുന്നത് മേലെയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പാടത്തൊക്കെയാണ് പാർക്ക് ചെയ്യാറ്. ഇവിടെ പാർക്ക് ചെയ്യാൻ ഈ പറമ്പിലാണോ? കുറെ ആനയുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അത്യാവശ്യം പോലീസ് അല്ലട്ടാ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയ സ്ഥലമാണ്, പോലീസ് സ്ഥലമാണ്. ഇത് മനയുടെ സൈഡിലുള്ള ഒരു വഴിയാണ്. മാവ് വന്നുകൊണ്ട് മാവിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ വള്ളിയൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിവിടെ നോക്കിയാൽ മനയുടെ ഒരു സൈഡ് വ്യൂ കാണാം. അത് ആനപ്പിണ്ടെന്നല്ല. അമ്മച്ചി, ഇതാണ് വരിക്കാശ്ശേരി മന. എങ്ങനെയുണ്ട് മന? മന എങ്ങനെയുണ്ട്? ഇവിടെ കുറേ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട്. മനയുടെ അകത്ത് കയറാൻ പോവാണ്. അമ്മച്ചി വായോ. എങ്ങനെയുണ്ട്? നമ്മുടെ ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ആറാം തമ്പുരാൻ ദേവാസുരം. നമ്മളെ പഴയകാലത്തെ പാചകപ്പുര എന്നുണ്ടല്ലേ, അടുക്കള. ഇതാണ് ഇവിടുത്തെ പാചകപ്പുര, പണ്ട് കാലത്തെ അടുപ്പ്. ഇനി ഇവിടെ ഒരു കിണറുണ്ട്, അത് കാറ്റിലായിട്ട്. ഇതാണ് ഇവിടുത്തെ കിണറ്. ഇവിടെ തുടിയുണ്ട്, മരത്തിൻ്റെ തുടിയാണ്. വെള്ളം കുറവാണ്, എന്നാലും കുഴപ്പമില്ലൊരു രസമുണ്ടല്ലേ. പൊളിയാണ്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി സ്ഥലമാണ്. അമ്മച്ചി ഇവിടെ ഇരിപ്പായി. എന്താ മടുത്തുവോ? അതെ അല്ലേ, അവിടെ നല്ല തിരക്കായി. ഇത് പണ്ട് കാലത്തെ ആട്ടുകല്ലാണ്. കൊച്ചവിടെ നിന്നൊക്കെ ആട്ടുകല്ലെടുത്തിട്ട് ആട്ടാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കിക്കേ, അതിന് അടുത്തത് അമ്മച്ചിയുടെ ഊഴാണ്. പടക്കമ്മച്ചി. ആഹാ, ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് അമ്മച്ചി തകർത്ത് പോയാണ്. മതി അതിലൊന്നുമില്ല, മാവൊന്നുമില്ല. എന്നിട്ടാ ഇത് ബെഡ്റൂമാണോ? മണ്ണോ? ആ, മണ്ണ് മെഴുകിയ തറയാണ്. പണ്ടത്തെ ഒരു ശൈലിയാണ് ഇവിടെ.
എന്താണ് പണ്ട് കൊട്ടാരമൊക്കെ ആകുമ്പോൾ മലയൊക്കെ ആകുമ്പോൾ തറയല്ലേ, സിമെൻ്റൊക്കെ ഇട്ട തറയല്ലേ, മണ്ണെല്ലാം വീഴുന്നത്. പണ്ട് കാലത്ത് സിമെന്റ് ഉണ്ടാവില്ല വെച്ചാൽ. ഇനി അങ്ങോട്ടാ പോണേ? അപ്പോൾ ഞങ്ങളുടെ ഉൾഭാഗം കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണെന്നുകൊണ്ട്. ഇനി ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. ഞങ്ങൾ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, നേരത്തെ വന്നേരോ. കൊച്ച കുളത്തിൽ ഇറങ്ങി നോക്കുന്നുണ്ടോ? ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എവിടെ? അവിടെ എഴുതി. ആ ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് കുരുവിയുടെ കൂട്. നിനക്ക് നീ എന്താ അറിയോ? ചാടി നോക്കിയേ. അതിന് എണ്ണ കാച്ചി കുട്ടികൾക്ക് തേക്കാൻ, മുതിർന്നവർക്ക് തേക്കാൻ, പട്ടച്ചോറി അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ മാറുന്ന. ഇത് ചെടി പേരെന്താണ്? അശോക ചെത്തി. ഇത് മറ്റേ ഇത് ചെത്തിയോ? തെച്ചിന്നല്ലേ പറയാ? ഞങ്ങളവിടെ ചെത്തി എന്നാ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് ഗൈസ്. ഇവിടെ തെച്ചി എന്നാണെങ്കിൽ അവിടെ ചെത്തി എന്നാണ് പറയാ. ചെത്തി കുറെ പേരുണ്ട് അങ്ങനെ. അശോക ചെത്തി ഉണ്ട്, ഇതിൻ്റെ വേറെ സൈസ് ചെത്തിയുണ്ട്. ഇതൊരു മറ്റേ ചെത്തിയുടെ പോലത്തെ ഒരു പൂവ റെഡ്. ഇതിൻ്റെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, പിങ്ക് ഉണ്ട്. മന്ദാരമുണ്ട്, വൈറ്റ്. ഇതാണ് ഇവിടുത്തെ കുളം ഗൈസ്. കുളത്തിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇവിടെ നോക്കാം, നല്ല അത്യാവശ്യം നല്ല വലിയ കുളമാണ്. കുളത്തിന് ചുറ്റോറും ഇങ്ങനെ തെങ്ങ് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് കുളം കാണാൻ നല്ലൊരു ലുക്കാണ്, അടിപൊളിയാണ്. അമ്മച്ചിയെ ഞങ്ങളെ ഫോട്ടോഗ്രാഫറായിട്ട് ഞങ്ങൾ നിയമിച്ചു. അമ്മച്ചി എടുത്ത ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ആന പോയാവോ? ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഒരു ആന ഉണ്ടായിരുന്നു. ഞങ്ങൾ ആനേനെ കാണാൻ നിന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങളോട് ഇവിടെ വണ്ടി ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു കാട്ടിൽ കൊണ്ടിട്ടു. പക്ഷേ ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലം അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കായി. ഇവിടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ട വണ്ടിയുടെ ബഹളമായി ഗൈസ്. ഇതിൻ്റെ ബാക്കിലാണ് ആനനെ കെട്ടിയിരിക്കുന്നത്. അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കണ്ട മനയിലുള്ള ആനയാണ്. ആനയുടെ പേരെന്തിട്ടാ? ആനയുടെ പേരെന്നാ? നെയിം, വാട്ട് ഈസ് യുവർ നെയിം? യുവർ നെയിം പ്ലീസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്. എന്ത് നല്ല കുട്ടിയെ നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ടോ? അവൻ അനങ്ങാതെ നിന്നു. ഇതുവരെ അവനെ പുള്ളിന്നോണ്ടിരിക്കുന്നവനാ. ആ നീ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോ നോക്കിക്ക്. അത് കൊള്ളാലോ. നമ്മൾ വണ്ടി ഇട്ടത് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെയും തൊട്ടപ്പുറത്താണ്. ഇവിടെ മനയുടെ സൈഡിലായിട്ട് ചെറിയൊരു ഇതുണ്ടോ കൊച്ചേ? അല്ല, മനയുടെ സൈഡിലായിട്ട് ചെറിയൊരു മനയും കൂടി ഉണ്ട്. ആ അങ്ങനെയും പറയാല്ലേ. എന്തായാലും നല്ല സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം വന്ന സമയത്ത് ഞങ്ങൾ കറക്റ്റായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇതുവരെ കയറിയിട്ടില്ല. ഇതിലാണോ? ഇവിടെ കണ്ട സാരിയാണോ?
ഞാൻ ചോദിച്ചു മുണ്ടാന്ന്. മനയുടെ എൻട്രൻസ് ഇവിടെ നിന്ന് നോക്കി കാണാം. പഴയ കാലത്തൊരു ഏണി കണ്ടു ഗെയ്സ്. ഇതിലെങ്ങനെ കയറും? അമ്മച്ചി കയറി. പതുക്കെ കയറിക്കോട്ടെ, സാരി ഒന്നും മുളത്ത് പിടിക്കില്ല. എൻ്റെ മുണ്ട്, എൻ്റെ ക്യാമറ. പച്ചേ ഞാൻ എവിടെയാ? ഇവിടെ ഇവിടെ ആകെ ഇരുട്ടുണ്ട്. ഇടിഞ്ഞു പൊടിഞ്ഞു വീഴൂ. കുളത്തി പിടിച്ചൂലേ? മുണ്ടൊക്കെ തുരുമ്പ് പിടിച്ച കോണിയാണ് ഗെയ്സ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ താഴത്തുണ്ടാവും. നാടുണ്ട്. ഞങ്ങൾ കയറി വന്ന ഏണിയാണ്. കണ്ടില്ലേ, കുറേ തുരുമ്പൊക്കെ ഉണ്ട്. പിന്നെ ആ ഏണി കിടന്ന് ഇങ്ങനെ ആടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അമ്മച്ചിയോടെ അമ്മച്ചി 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 അമ്മച്ചിയോടെ അമ്മച്ചി ഓടിയില്ലോ. ആ അമ്മച്ചിനെ കണ്ട് കിട്ടി ഗൈസ്. എന്നിട്ട് കാറുണ്ടോ നോക്കാൻ വന്ന ഞങ്ങളുടെ കാറ് കണ്ട് ഗൈസ്. മാങ്ങ നമ്മുടെ ക്ലാസ്സിലേക്ക് വീഴുവോ? അവരവിടെ തിരിച്ചിട്ടിങ്ങനെ പൊളി. എന്നിട്ടാ അവിടെ കിണറുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേറെ വഴി കൂടെ താഴത്തേക്ക് ഇറങ്ങാം. ഇനി അതില് നമുക്ക് വന്ന വഴി പോണോ? എന്തിയാ വേണ്ടത്? ഇത്രയും നല്ല കോണി ഉണ്ടായിരുന്നല്ലോ. മേലെ കയറാൻ പറ്റുമോ? മേലെ ഒരു കോണിക്കുണ്ട്, ഏണി. ഇത്രയും നല്ല ഏണി ഉണ്ടായിട്ടാണ് കേസ്. ആ ഉഡായിപ്പ് വഴി കൂടെ ഞങ്ങൾ വന്നത്. ഇവിടെയും കുലുക്കൊക്കെ ഉണ്ടല്ലേ, ചെറുതായിട്ട് പലകളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ മനയുടെ ബാക്ക് വശമാണിത്. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് ഭിത്തിയൊക്കെ. ഇവിടെ ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേ പേര് പോകണുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലെ വന്നത്. കൊച്ചും അമ്മച്ചിയും കൂടിയിട്ട് വരുന്നുണ്ട്. ഈ ടാങ്ക് ഓഫ് ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? കുറേ നേരമായി വെള്ളം പോകണം. ഈ മനയുടെ ഈ സൈഡിൽ കൂടെയുള്ള വഴി വന്നിട്ട് ഇതിൽ കൂടെയാണ് ആ പ്ലേസിലേക്ക്. നല്ല പ്ലേസ് ആട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലുക്കൊക്കെ ഉണ്ട്. പൊളി ഗൈസ്, അടിപൊളിയാണ്. ഇവിടെ നല്ല കാട് പിടിച്ചൊരു ഏരിയ ആണ്. കുറേ വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ആകെ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചില്ലേ? അല്ലെങ്കിൽ പോലീസ് അല്ലായിരുന്നേ. അമ്മച്ചി എങ്ങനെയുണ്ട് ഈ കാട്? നമുക്ക് ഇതിൽ കൂടെ ഷോർട്ട് കട്ട് ഉണ്ടാവോ? ഇത് നമ്മുടെ കാറ് എടുക്കണം. നമ്മുടെ കാർ ഇട്ടതിൻ്റെ ബാക്കിലാണ്. പൊളി പൊളി പൊളി. ഞങ്ങൾ മന കാണാൻ വന്നിട്ട് ഇവിടെ ഒരു കാടിൻ്റെ ഉള്ളിൽ വന്നു ഗൈസ്. നല്ല കാട്, പക്ഷെ വേസ്റ്റിട്ട് കത്തിച്ചാൽ ഇവിടെ മനയുടെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിലേക്ക് എത്താം. അത്യാവശ്യം അടിപൊളി സ്ഥലമാണ്. നല്ല കൂളിംഗ് ഉണ്ടല്ലേ. കാറിനെടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ വന്ന് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. പോകാൻ തോന്നല്ലേ, പുറത്ത് ചൂട് കാരണം.
ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.